ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. നിങ്ങൾ എന്താ നമുക്ക് പണി വെക്കുകയാണ്. അവർ അത് നിരസിക്കും. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ? ആരാധകരെ കണ്ട നന്ദു ചേട്ടനില്ലേ, നന്ദു പൊതുവാൾ. പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു ഇങ്ങനെ ടൈപ്പാ. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചോണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഹൂയിസി എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചു കളഞ്ഞു. എന്താ ഉറക്കം വരുന്നു. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളൻ, ഈസ് മെന്റലി അൺസ്റ്റേബിൾ. ലക്ഷത്തിൽ 319 പേർക്ക് വരുന്ന ഇതിന് മരുന്നില്ലേ? ഇംഗ്ലീഷിൽ മരുന്നില്ല, ഹോമിയോ ആയുർവേദത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്, എന്നിട്ട് അയാള് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളിൽ തട്ടിയിട്ട് പോവുകയാണ്. എന്റെ വ്യക്തിത്വത്തിൽ തുടരരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചു കളഞ്ഞു. ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഭായ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരും. ആരും വിളിക്കണ്ട, ഞാൻ തന്നെ കഴിയും.